വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ കഴിക്കാൻ പറ്റിയ സ്റ്റാർട്ടറായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. സോയാ ചങ്ക്സ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ സോയാ ചങ്ക്സ് ഞാൻ ഇതുപോലെ വലിയ പിടി ഒരു 5 പിടി എടുത്തിട്ടുണ്ട്. ഇതുപോലെ വലിയ പിടിയായിട്ട് ഒരു 5 പിടി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ആദ്യം തന്നെ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. ഒരു 1-2 മണിക്കൂർ നമുക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇത് സോക്ക് ചെയ്യാൻ വെക്കുമ്പോൾ ഇതിങ്ങനെ വീർത്ത് വരും, ഡബിളായിട്ട് വീർത്ത് വരും. അത് വീർത്ത് വന്നതിന് ശേഷം കഴുകി ഇതൊന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളഞ്ഞ് വേറൊരു വെള്ളത്തിലേക്കിട്ട് അങ്ങനെ അതുപോലെ ഒരു 3-4 പ്രാവശ്യമെങ്കിലും ഇതുപോലെ പിഴിഞ്ഞ് കളഞ്ഞ് നമ്മൾ എടുക്കണം. ഇതുപോലെ നന്നായി പിഴിഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്കിടുക. എന്നിട്ട് അതിൽ വെള്ളമൊഴിച്ച് പിന്നെ അങ്ങനെ ഒരു 3-4 പ്രാവശ്യമെങ്കിലും കഴുകിയെടുക്കണം. അതുപോലെ കഴുകിയെടുത്ത് വെച്ച സോയാ ചങ്ക്സ് ആണിത്. അത് വെള്ളത്തിലിട്ടാൽ തന്നെ ഇതുപോലെ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റുള്ളൂ, സോക്കായി വന്നിട്ട്. പിന്നെ വേണ്ടത് മുളകാണ്. ഞാൻ കാശ്മീരി ചില്ലി ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. 3 എരിവുള്ള മുളക് എടുത്തിട്ടുണ്ട്. അത് നിങ്ങളടുത്ത് കാശ്മീരി ചില്ലി ഇല്ലെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളകാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ചെടുത്താൽ മതിയാവും. പിന്നെ അത് ഞാൻ 1 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു സവോള, ചെറിയൊരു സവോള, 2 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, വിനീഗർ 1 ടീസ്പൂൺ, പെപ്പർ പൗഡർ 1/2 ടീസ്പൂൺ, പിന്നെ ഗരം മസാല 1/4 ടീസ്പൂൺ, ടൊമാറ്റോ കെച്ചപ്പ് 2 ടീസ്പൂൺ, സോയാ സോസ് 3 ടീസ്പൂൺ. ആദ്യം നമുക്ക് മുളകൊന്ന് അരച്ചെടുക്കാം. ഇത് ഞാൻ കുരു ഒന്ന് കളയാണ്ടാണ് വെള്ളത്തിൽ 1 മണിക്കൂർ ഇട്ട് വെച്ചിട്ടുള്ളത്. കുരു കളഞ്ഞിട്ട് വേണമെങ്കിൽ, കുരു കളയണമെന്നുണ്ടെങ്കിൽ കുരു കളഞ്ഞിട്ട് ഇട്ട് വയ്ക്കാം. ആദ്യം നമുക്ക് ഇതൊന്ന് വിനീഗർ ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ എടുത്ത് വെച്ച വിനീഗർ ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. വിനീഗർ ഒഴിച്ചിട്ട് അരയ്ക്കും. അപ്പം ഞാനിത് ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് മൈദയും കോൺഫ്ലവർ, സവോള പൊടിയായി അരിഞ്ഞെടുക്കണം. സവോള നല്ല പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പെപ്പർ പൗഡർ, ഗരം മസാലപ്പൊടി, ടൊമാറ്റോ കെച്ചപ്പ്, സോയാ സോസ്. പിന്നെ അരച്ചു വെച്ച മുളകിന്ന് ഒരു 1/4 ഭാഗം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. 1/4 ഭാഗം ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. 1/4 ഭാഗം ഇതിലേക്കൊന്ന് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇത് ഞാൻ സോയാ ചങ്ക്സിൻ്റെ മീതെ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് തിക്കിൽ തന്നെ നമുക്ക് ഈ ബാറ്റർ റെഡിയാക്കി എടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ തിക്നെസ് മതിയാവും. ഇത് നമുക്ക് സോയാ ചങ്ക്സിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അത് വേണമെങ്കിൽ ഒരു 1/2 അവർ വെക്കണമെങ്കിൽ വെക്കാം. അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം. 1/2 അവറോ 1 അവറോ വെക്കണം എന്നുണ്ടെങ്കിൽ വെക്കാം. ഇപ്പം ഞാനൊരു അരമണിക്കൂറോളൊന്ന് വെക്കുന്നുണ്ട്. അത് നന്നായി ഒന്ന് എല്ലായിടത്തും ആവുന്ന രീതിയിലൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അരമണിക്കൂറിന് ശേഷം ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അത് നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടാണ് ഫ്രൈ ചെയ്യേണ്ടത്. ഈ ഓയിൽ ചൂടാൻ ശേഷം അതിലേക്ക് നമുക്കിട്ട് ഇതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഇപ്പോൾ സ്റ്റാർട്ടറായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. സോയാ ചങ്ക്സ് ആണെന്നേ മനസ്സിലാവില്ല, നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കുമ്പോൾ. അതല്ല, ഞാനിപ്പോൾ ഇതൊരു കുറച്ച് സോസൊക്കെ ഒഴിച്ച് സവാളയൊക്കെ ഇട്ട് കുറച്ചുകൂടി സവാളയൊക്കെ ഇട്ടൊന്ന് ഇതാക്കിയിട്ട് സോസൊക്കെ ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത്. അതല്ല, ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണമെങ്കിലും ഇങ്ങനെ ഒരു ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. സ്റ്റാർട്ടറായിട്ട് ഇങ്ങനെയും കൊടുക്കാം. അതല്ല, ഞാനൊരു കുറച്ച് സോസൊക്കെ ഒഴിച്ച് സവാളയൊക്കെ വഴറ്റിയിട്ട് ചെറുതായി ഒന്ന് വഴറ്റിയിട്ട് അങ്ങനെ എടുക്കുന്നത്. നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്ത് നമുക്ക് കോരിയെടുക്കാം. ഇതുപോലെ നമുക്കെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റാം. പിന്നെ ഞാൻ ഈ ഓയിൽ തന്നെയാണ് പാനിലേക്ക് ഒഴിച്ചിട്ട് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക്, പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ജിഞ്ചർ ഗാർലിക്കാണ്. അത് ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. 1-2 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ ചേർക്കാം. എന്ന് വെച്ചാൽ ഇത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ ചേർക്കാം. അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച സവാള, അത് അത്ര പൊടിയായിട്ടല്ല അരിഞ്ഞിട്ടുള്ളത്, കുറച്ചൊന്ന് വലിപ്പത്തിലാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത്. അത് ഇതിലേക്കിട്ട് വഴറ്റാം.
ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് ചെറുതായി ഒന്ന് വഴന്നിട്ടും പിന്നെ സവാളയിലേക്ക് ഉപ്പൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ടു നന്നായി ഒന്ന് ഇളക്കാം. അധികം വഴന്നിട്ടൊന്നും വേണ്ട. അപ്പോൾ ഇതുപോലെ ആയാൽ മതി. അതിലേക്ക് ഞാൻ നേരത്തെ അരച്ചു വെച്ച മുളകിൻ്റെ ഒരു 1/4 ഭാഗം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ഇതിലേക്കിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ടൊമാറ്റോ സോസ് ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ വിനിഗർ. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് ഞാൻ ഒരു പകുതി ക്യാപ്സിക്കം ഞാൻ നീളത്തിലരിഞ്ഞത് ഇതിലേക്കിട്ടൊന്ന് പതുക്കൊന്ന് വഴറ്റുന്നുണ്ട്. അധികം ഇതിൻ്റെ ക്രഞ്ചിനെസ് പോണ്ട, ചെറുതായി ഒന്ന് വഴന്നാൽ മതി. ക്രിസ്പി ആയിട്ട് തന്നെ ഇരുന്നോട്ടെ. ഇതിലേക്ക് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച് സോയാ ചങ്ക്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇതുപോലെ ഫ്രൈ ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാം. ഞാൻ വെറുതെ ഒന്ന് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കുറച്ചും കൂടി സോസൊക്കെ ചേർന്ന് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ. നല്ലൊരു സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഡിഷാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ തണ്ടിട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റിയാണ്, നല്ല സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. താങ്ക് യു.